കഴിഞ്ഞ ദിവസം ആ കൊടും ക്രൂരനായ ചെന്താമരയുടെ പ്രതികരണം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കോടതി മുറിയിൽ വെച്ച് അവൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞ ചോര തിളച്ചുപോയി. ഒരു സാധാരണ മനുഷ്യനും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അവൻ്റെ ആ അഹങ്കാരം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ എന്ന് തോന്നിയതും ഈ വീഡിയോയുമായി ഞാനിന്ന് വരുന്നതും. മറ്റൊന്നുമല്ല, അതായത് കോടതി ചോദിക്കുകയാണ്, ഇനിയും അവസരം കിട്ടിയാൽ നീ ബാക്കിയുള്ളവരെ കൂടി കൊല്ലൂ. യാതൊരു കൂസലുമില്ലാതെ അവൻ വിളിച്ചു പറയുന്നു, ഞാൻ ഗാന്ധിയൊന്നുമല്ല, കൊല്ലുക തന്നെ ചെയ്യും, എന്നെ തൂക്കിക്കൊന്നോളൂ, ഒരു കുഴപ്പമില്ല. ഒരു നിമിഷം നെഞ്ചിൽ കൈവച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുടുംബത്തിലെ 3 നിരപരാധികളെ വെട്ടി നുറുക്കി കൊന്നിട്ടും നിയമ സംവിധാനങ്ങളുടെയും ഈ നാടിൻ്റെയും നെഞ്ചത്ത് കയറി നിന്ന് ഒരു കൊലയാളി ഇങ്ങനെ അട്ടഹസിക്കണമെങ്കിൽ നമ്മുടെ നിയമങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും ക്രൂരനായ ഒരു പിശാചിനെയാണോ നമ്മൾ ഇനിയും മനുഷ്യാവകാശത്തിൻ്റെ പേരും പറഞ്ഞ് ജയിലിൽ മട്ടൻ കറിയും കോഴിക്കറിയും ചിക്കനും എല്ലാം കൊടുത്തുകൊണ്ട് ലക്ഷങ്ങൾ ചിലവാക്കി പോറ്റേണ്ടത്? നമ്മുടെ നിയമവ്യവസ്ഥയിലെ പഴുതുകളും പോലീസ് കാണിച്ച അനാസ്ഥയും സാധാരണക്കാരൻ്റെ ജീവൻ ഇവിടെയുള്ള വിലയും എന്താണെന്ന് കൃത്യമായ ഡാറ്റകൾ സഹിതം തുറന്നു കാട്ടുന്ന ഒരു കംപ്ലീറ്റ് വിശകലനമാണിത്. ആദ്യം ഈ ക്രൂരതയുടെ പശ്ചാത്തലം ഞാൻ ഒന്നുകൂടി പറയാം. പാലക്കാട് അട്ടപ്പള്ളത്ത് നടന്നത് വെറും ഒരു കൊലപാതകമല്ല, വർഷങ്ങളോളം ആസൂത്രണം ചെയ്ത് നടത്തിയ ക്രൂരമായ വേട്ടയാടൽ തന്നെയായിരുന്നു. 2019 ഈ കഥയുടെ തുടക്കം. ചെന്താമര എന്ന ലോറി ഡ്രൈവറുടെ ക്രൂരതകൾ സഹിക്കവയ്യാതെ അയാളുടെ ഭാര്യ വീട് വിട്ടിറങ്ങിപ്പോയി. എന്നാൽ ഇതിന്റെ കാരണം അയൽവാസിയായി സജിതയും പുഷ്പയും ചേർന്ന അയൽക്കൂട്ട പ്രവർത്തനങ്ങളാണ് എന്നതായിരുന്നു ഈ സൈക്കോയുടെ ധാരണ. ആ ഒറ്റ മിഥ്യാധാരണയിൽ കടുത്ത പകയോടെ അവൻ സജിത എന്ന പാവം സ്ത്രീയെ വെട്ടിക്കൊന്നു. ഒരു കൊലപാതകം ചെയ്താൽ ഏതൊരു കുറ്റവാളിക്കും ഉള്ളിലൊരു ഭയം ഉണ്ടാവുമല്ലോ. എന്നാൽ ചെന്താമര അതൊരു തുടക്കം മാത്രമായിട്ടാണ് കണ്ടത്. അതോടെയൊന്നും അവന്റെ പക തീർന്നിട്ടില്ല. സജിതയെ കൊന്ന കേസിൽ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് സജിതയോടും മക്കളോടും ഭർത്താവ് സുധാകരനോടും അവൻ അലറി, നിങ്ങളുടെ കഥ ഞാൻ തീർക്കും, എൻ്റെ പക അവസാനിച്ചിട്ടില്ല എന്ന്. നിങ്ങളെ കൂടി എടുത്തിട്ട് ഞാൻ മടങ്ങൂ എന്ന്. ഇത്രയും പരസ്യമായ ഒരു പ്രതി ഇരയുടെ കുടുംബത്തെ പോലീസിന്റെ മുന്നിൽ വെച്ച് കൊലവിളി നടത്തിയിട്ടും നമ്മുടെ പ്രോസിക്യൂഷനും പോലീസിനും അത് തടയാൻ കഴിഞ്ഞില്ലേ എന്നതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്. രാഷ്ട്രീയ സംവിധാനങ്ങളില്ലാത്ത പാവപ്പെട്ട സുധാകരന്റെയും മക്കളുടെയും നിലവിളി കേൾക്കാൻ അന്ന് ഭരണം നടത്തിയിരുന്ന ആഭ്യന്തര വകുപ്പിനോ പോലീസിനോ കഴിഞ്ഞില്ല. അതിന്റെ ഫലമായി ചെന്താമരയ്ക്ക് വളരെ എളുപ്പത്തിൽ ജാമ്യവും ലഭിച്ചു. ജാമ്യത്തിലിറങ്ങിയ ഈ സൈക്കോ നേരെ വന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ? അതേ സുധാകരന്റെയും മക്കളുടെയും വീടിന്റെ അടുത്തേക്ക്. അവിടെ വന്നിരുന്ന് അവൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി പരസ്യമായി അതിന്റെ മൂർച്ചയൊക്കെ കൂട്ടുമ്പോൾ ജീവനിൽ ഭയന്ന ആ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന ചടങ്ങിൽ മാത്രം ഒതുങ്ങി. പ്രതിരോധ നടപടികളോ ശക്തമായ നിരീക്ഷണമോ ഒന്നും ഉണ്ടായില്ല. പരാതിയും തന്ന് അവരങ്ങ് പോയി. പോലീസിന്റെ പണിയും നോക്കി. പോലീസിന്റെ ഈ ഘോരമായ അനാസ്ഥയ്ക്ക് ആ കുടുംബം നൽകേണ്ടി വന്നത് 2 വിലപ്പെട്ട മനുഷ്യ ജീവനുകളായിരുന്നു. 2021 ജനുവരിയിലെ ഒരു കറുത്ത ദിവസം, മക്കൾ ഭാഗ്യം കൊണ്ട് വീട്ടിലില്ലാതിരുന്ന നേരം, അന്നേരം നോക്കി സുധാകരനെയും അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിനുറുക്കി കൊലപ്പെടുത്തി. അന്ന് ആ വീട്ടിൽ നിന്ന് ഉയർന്ന നിലവിളി, ആ ശബ്ദം ഈ നാടിന്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചതാണ്. രക്ഷയില്ലാതെ കേസിലെ പ്രധാന ദൃക്സാക്ഷിയായി പുഷ്പ എന്ന സ്ത്രീക്ക് ജീവൻ വേണമെങ്കിൽ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലെ തിരുപ്പതിയിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. സ്വന്തം നാട്ടിലെ നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഒരു സ്ത്രീക്ക് നാടുവിടേണ്ടി വരുന്നതിനേക്കാൾ വലിയ നാണക്കേട് വേറുന്നുണ്ട്. ആദ്യത്തെ കേസിൽ ഇരട്ട ജീവപര്യന്തം കിട്ടിയ ചെന്താമര ഇപ്പോഴിതാ 2ാമത്തെ ഇരട്ട കൊലപാതക കേസിലും കുറ്റക്കാരനാണെന്ന് പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. വിധി പ്രസ്താവിക്കുന്നതിന് മുന്നോടിയായി ജഡ്ജി ചോദിച്ച ചോദ്യങ്ങൾക്ക് അവൻ നൽകിയ മറുപടികളാണ് ഇപ്പോൾ എന്നെ കൊണ്ട് ഈ വീഡിയോ ഇവിടെ വന്ന് ചെയ്യിപ്പിച്ചത്. കോടതി ചോദിച്ചു, കുറ്റം ചെയ്തിട്ടുണ്ടോ? ചെന്താമര ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞു, ഉണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. കോടതി വീണ്ടും ചോദിച്ചു, യാതൊരു കുറ്റബോധവും ഇല്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ടല്ലോ എന്ന്. ചെന്താമര, സ്വന്തം അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവൂ എന്ന്. കോടതി, ഇനിയും അവസരം കിട്ടിയാൽ മറ്റുള്ളവരെ കൊല്ലും എന്നാണല്ലോ പറഞ്ഞു വരുന്നത് അല്ലേ എന്ന് ചോദിച്ചു. ചെന്താമര അപ്പോൾ പറഞ്ഞത് എന്തറിയോ? ഞാൻ ഗാന്ധിയൊന്നുമല്ല, കൊല്ലുക തന്നെ ചെയ്യുമെന്ന്. കോടതി വധശിക്ഷയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ചെന്താമര പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു കുഴപ്പമില്ല, എന്നെ തൂക്കിക്കൊന്നോ, ഒരു മനുഷ്യന്റെ ജീവന് പുല്ലുവില പോലും നൽകാത്ത ഇനിയും കൊലപാതകങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ഇത്തരം ക്രൂരന്മാരായ പൈശാചികമായിട്ടുള്ള പ്രതികൾ നമ്മുടെ ജനാധിപത്യത്തിനും മനുഷ്യത്വത്തിനും വെല്ലുവിളിയാണ്.
ഇവിടെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഇത്രയും പരസ്യമായി കൊലവിളി നടത്തുന്ന ഒരു പ്രതിക്ക് നാളെ വധശിക്ഷ വിധിച്ചാൽ പോലും അത് നടപ്പിലാക്കാൻ നമ്മുടെ രാജ്യം എത്ര വർഷം എടുക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയിൽ ഒരു പ്രതിക്ക് വധശിക്ഷ വിധിച്ചാൽ അത് നടപ്പിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അറിയാമല്ലോ ലാസ്റ്റായിട്ട് എപ്പോഴാണ് വധശിക്ഷ വിധിച്ചത് എന്നൊക്കെ. സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹൈക്കോടതി അത് അംഗീകരിക്കണം. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകും. അവിടെയും തള്ളിയാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകാം. ഈ നൂലാമാലകളെല്ലാം കഴിഞ്ഞ് ഒരു പ്രതിയെ തൂക്കിലേറ്റാൻ കുറഞ്ഞത് 10 മുതൽ 15 വർഷം വരെ സമയമെടുക്കും. 2012 ഡൽഹി നിർഭയ കേസ് പ്രതികളെ തൂക്കിലേറ്റാൻ നീണ്ട 8 വർഷമാണ് എടുത്തത്. 93 മുംബൈ ബോംബ് സ്ഫോടന കേസ് പ്രതി യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയത് 2015 അതായത് 22 വർഷങ്ങൾക്ക് ശേഷം. ഈ വർഷങ്ങൾ അത്രയും ഈ കൊടും ക്രിമിനലുകളെ ജയിലിൽ കിടത്തി മട്ടൻകറിയും കോഴിക്കറിയും കൊടുത്ത് നമ്മുടെ നികുതിപ്പണം കൊണ്ട് നമ്മൾ പോറ്റണം. ഇതിലും വലിയ എന്ത് മനുഷ്യാവകാശ ലംഘനമാണ് ഈ സമൂഹത്തോട് ചെയ്യാനുള്ളത്? നമുക്ക് മുന്നിൽ ഗോവിന്ദചാമിയുടെ ഉദാഹരണമുണ്ട്. 2011 ട്രെയിനിൽ വെച്ച് സൗമ്യ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന ഗോവിന്ദചാമിക്ക് ലോവർ കോടതി വധശിക്ഷ വിധിച്ചതാണ്. പക്ഷെ സുപ്രീം കോടതിയിലെ സാങ്കേതിക പഴുതുകൾ ഉപയോഗിച്ച് വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു. അന്നവൻ പുറത്തു വന്നപ്പോൾ അവന്റെ കോലം കണ്ടോ? എന്തായാലും ഇന്ന് പൂജപ്പുര ജയിലിൽ സകല സുഖസൗകര്യങ്ങളോടെ നല്ല ഭക്ഷണവും കഴിച്ച് തടിച്ചു കൊഴുത്ത് അവൻ ജീവിക്കുകയാണ്. പട്ടിണി സഹിക്കാനാവാതെ ഒരു കഷ്ണം ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ മധു എന്ന ആദിവാസിയെ തല്ലിക്കൊല്ലുന്ന നാട്ടിലാണ് 3 പേരെ കൊന്നിട്ടും ഇനിയും കൊല്ലുമെന്ന് നിലവിളിക്കുന്ന പ്രതികൾക്ക് ജയിലിൽ VIP പരിഗണന ലഭിക്കുന്നത്. പുറത്ത് ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് കിട്ടുന്നതിനേക്കാൾ വലിയ ദിവസക്കൂലിയാണ് ഇന്ന് ജയിലിൽ കിടക്കുന്ന ഇത്തരം പ്രതികൾക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ ആർക്ക് വേണ്ടിയുള്ള നിയമമാണ്? ചെന്താമരയുടെ കാര്യത്തിൽ ഒരൊറ്റ മനുഷ്യാവകാശ പ്രവർത്തകനും വാദിക്കാൻ വരേണ്ട ആവശ്യമില്ല. അവൻ കുറ്റം സമ്മതിച്ച പ്രതിയാണ്, നിരപരാധിയാണെന്ന് അവൻ പറയുന്നേയില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഈ ചുവപ്പ് നടകളൊക്കെ? ഇങ്ങനെയുള്ള സൈക്കോപാത്തിക് ആയിട്ടുള്ള ക്രിമിനലുകൾ ജയിലിൽ കിടന്നാൽ പോലും ജയിലിൽ ചാടാൻ സാധ്യതയുള്ളവരാണ്. കണ്ടല്ലോ ഒറ്റക്കയ്യനായി ഗോവിന്ദചാമിയൊക്കെ ജയിലിൽ ചാടിയത്. പല കൊടും കുറ്റവാളികളും ജയിലിൽ ചാടിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഇയാൾ പുറത്തിറങ്ങിയ ആ പാവം കുട്ടിയുടെ ജീവൻ അപകടത്തിലാകും. അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ അതിവേഗ തൂക്കിക്കൊല മാത്രമാണ് ഏക പോംവഴി. ഈ കേസ് സർക്കാർ ഒരു മാതൃകാ കേസായിട്ടെങ്കിലും എടുക്കണം. വധശിക്ഷ വിധിച്ചാൽ ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തി ആഴ്ചകൾക്കുള്ളിൽ ദയവ് ചെയ്തൊന്ന് സ്ഥിരീകരിക്കണം. അപ്പീൽ നൽകാനുള്ള സമയം പരമാവധി 15 ദിവസമായി ചുരുക്കണം. അതിനുള്ളിൽ തീരുമാനമെടുത്ത് ഇവനെയൊക്കെ തൂക്കിലേറ്റണം. നിയമം എപ്പോഴും ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് എന്ന ധാരണ തിരുത്തപ്പെടണം. നമ്മുടെ നിയമത്തിന് ഒരു പേടിയൊക്കെ ജനങ്ങൾക്കിടയിൽ വേണം. 2020 നിർഭയ കൊലക്കേസ് പ്രതികളാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ തൂക്കിക്കൊല്ലുന്നത്. ഭീകരവാദികൾക്ക് നൽകുന്ന അതേ പ്രാധാന്യത്തോടെ തന്നെ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ഇത്തരം മനുഷ്യ പിശാചുകളുടെ വധശിക്ഷയും അതിവേഗം നടപ്പിലാക്കണം. തൂക്കുകയറിനെ പോലും പരിഹസിക്കുന്ന, ഇനിയും ചോര കുടിക്കാൻ ദാഹിച്ചു നിൽക്കുന്ന ചെന്താമരയെ പോലെയുള്ള മനുഷ്യ പിശാചുകളെ എത്രയും വേഗം ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ ആ കുട്ടികൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയൂ. നിയമത്തിന്റെ വഴി ഇത്രയും നീണ്ടു പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെന്താമരയുടെ ഈ അഹങ്കാരത്തിന് അതിവേഗ തൂക്കിക്കൊല തന്നെയാണ് മറുപടി എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? നമ്മുടെ നിയമ സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങൾ വരേണ്ട സമയമൊക്കെ എന്നോ കഴിഞ്ഞില്ലേ? നമ്മുടെ നിയമത്തെയും ഒരു ഭയമൊക്കെ വേണ്ടേ? ആ ഭയം ഇല്ലാത്തത് കൊണ്ടല്ലേ സമൂഹത്തിൽ ഇത്രയേറെ ക്രൈമുകൾ നടക്കുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. അതുപോലെ ശബ്ദം ഉയർത്താനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.